ഇപ്പോഴത്തെ കാലത്ത് നര, ആകാലനരയൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് പരീക്ഷിച്ച് ഇരിക്കുകയായിരിക്കും. ചെണ്ടമല്ലി, ബന്ദിപ്പൂവ് എന്ന് പറയുന്ന മരിഗോൾഡ് പൂവില്ലേ, ഇനിയും നിങ്ങൾ എവിടെ കണ്ടാലും കളയില്ല, അത് നിങ്ങൾ എടുക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ കൃഷി തന്നെ ചെയ്യും. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ തൊലി ഒന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് വെന്ത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് തൊലി ഇളക്കി മാറ്റാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തൊലി ഇളക്കി മാറ്റാം. പിന്നെ ഇത് നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് കട്ട്ലേറ്റിനായാലും സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കുക്കറിയിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തൊലി ഇളക്കി മാറ്റാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെണ്ടയ്ക്കയാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എടുത്തിരിക്കുന്ന ആ വെണ്ടയ്ക്ക, അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക സെലക്ട് ചെയ്യുന്ന സമയത്ത് വെണ്ടയ്ക്ക മൂത്താണോ എന്ന് അറിയാൻ അതിൻ്റെ തുമ്പത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒടിച്ച് നോക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒടിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അത് ശകലം മൂത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ തോരനോ കറിയോ ഒക്കെ വെച്ചാൽ അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എളുപ്പമായിട്ടുള്ള അധികം മൂക്കാത്ത വെണ്ടയ്ക്ക വെച്ച് കറി വെക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റൊക്കെ ഉള്ളത്. നല്ലൊരു ടിപ്പാണ്. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുതേ. എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വാലാനായിട്ടൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ടിഷ്യൂ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എടുത്തേക്കെന്ന് നോക്കാം. 3 പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. സാധാരണ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് കാരണം കൊച്ചു കുട്ടികൾക്ക് അതുപോലെ വലിയവർക്കാണെങ്കിൽ പോലും കഴിക്കാൻ ഒരു മടിയായിരിക്കും. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ വഴുവഴുപ്പൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ വെണ്ടയ്ക്ക മുറിക്കാൻ എടുക്കുന്ന ആ പിച്ചാത്തയിൽ നാരങ്ങയുടെ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് അത് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ നാരങ്ങയുടെ പുളിരസം കാരണം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് അവിടെ കുറയുന്നതായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് വെണ്ടയ്ക്ക എല്ലാം മുറിച്ചെടുക്കാനും പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക മുറിക്കുന്ന സമയത്ത് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കാരണം പിച്ചാത്തിയൊക്കെ തെന്നിപ്പോവില്ല, അതൊക്കെ ഒഴിവായി കിട്ടും. വെണ്ടയ്ക്ക ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മുറിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന വെണ്ടയ്ക്കയെല്ലാം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിലാണ് മുറിച്ചേക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വെണ്ടയ്ക്ക മൂത്തതാണെങ്കിൽ നമുക്ക് മുറിക്കുന്ന സമയത്ത് ഇതുപോലെ റൗണ്ടിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മൂത്ത വെണ്ടയ്ക്ക ഉണ്ടായിരുന്നില്ല, റൗണ്ടിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. ആ പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ശകലം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂത്ത് വരുന്ന സമയത്ത് പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്ന എല്ലാം ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സവാളയിലാണ് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക, ഇപ്പോൾ ഞാനിവിടെ തോരനാണ് വെക്കുന്നത്. അപ്പം വെണ്ടയ്ക്ക തോരൻ വെക്കുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ വെണ്ടയ്ക്കയ്ക്ക് ഒട്ടും വഴുവഴുപ്പുണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിലും അത് കഴിച്ചു പോകും, അറിയാതെ തന്നെ അവർ കഴിച്ചു പോകും. ഈ സമയത്ത് വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മീനകത്തിടുന്ന പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെണ്ടയ്ക്ക വഴറ്റുന്ന കൂട്ടത്തിൽ അതും അവിടെ കിടന്ന് അതും അതിനകത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് പകരം നമുക്ക് നാരങ്ങ നീരാണേലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വെണ്ടയ്ക്ക തോരൻ വെച്ച് വരുന്ന സമയത്ത് ഒട്ടും വഴുവഴുപ്പൊന്നും ഉണ്ടാകത്തില്ല.
അതുപോലെ ഈ സമയത്ത് വെണ്ടയ്ക്ക ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലെയിം ആണെങ്കിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഈ വെണ്ടയ്ക്ക തോരൻ വെക്കുന്ന സമയത്ത് ഫ്ലെയിം കുറയ്ക്കരുത്. നമ്മൾ സിമ്മേ വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഫ്ലെയിം ശകലം കൂട്ടി വെക്കണം, ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. 1-2 മിനിറ്റ് ആ ഇളക്കുന്ന സമയത്ത് അങ്ങനെ വെക്കുവാണെങ്കിൽ അധികം വഴുവഴുപ്പൊന്നും ഉണ്ടാകത്തില്ല. അതേപോലെ ഇപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്താണേലും അതും ഒരു ടിപ്പാണ്. നമ്മൾ ശകലം കൂടുതലായിട്ട് സാധാരണ തോരനകത്ത് ഇടുന്നതിനെക്കാട്ടി ഒരു ശകലം 1-2 ടേബിൾ സ്പൂണ് ശകലം കൂടെ കൂട്ടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിന് വഴുവഴുപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. തേങ്ങയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഒത്തിരി ഇളക്കി കുത്തി ഇളക്കി കൊടുക്കരുത്. എല്ലാം ഒന്ന് ഒതുക്കി വരത്തക്ക രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ആണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പച്ചക്കറിയിൽ നിന്ന്, ആ വെണ്ടയ്ക്കയിൽ നിന്നും സവാളയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങിയിട്ട് അതിനകത്ത് വഴുവഴുപ്പ് കൂടുതൽ തോന്നും. അപ്പോൾ ഈ ഒരു നന്നായിട്ടൊന്ന് വെണ്ടയ്ക്ക ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് ആ എണ്ണയിലൊന്ന് വഴണ്ട് വരുന്ന കഴിഞ്ഞ് ഈ ഒരു സമയത്ത് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് വേണം ഉപ്പൂടി ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അതിനകത്ത് വഴുവഴുപ്പ് കൂടുതലായിട്ടുണ്ടായി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ആ സമയത്തും ഫ്ലെയിം കുറച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. സിമ്മേലാക്കരുത്, സിമ്മേലാക്കിയാൽ അതിൻ്റെ വഴുവഴുപ്പ് കൂടുതലായിരിക്കും. ഒരു 2 മിനിറ്റാണ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടച്ചു കൊടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അടപ്പങ്ങ് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഓപ്പണായിട്ട് വെച്ചിട്ട് പിന്നെ അതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ 2 മിനിറ്റ് അടച്ചു വെച്ച് നല്ല ഹൈ ആയിട്ടുള്ള ഫ്ലെയിമിലിട്ടാണ് അത് വേവിച്ചെടുത്തത്. എന്നിട്ട് ഇപ്പോൾ അടപ്പ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിനകത്ത് അതിൻ്റെ ആ വഴുവഴുപ്പ് ഒന്നുമില്ല. ഇളക്കിയിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതിനകത്ത് ഒട്ടുമേ വഴുവഴുപ്പൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത 3ാമത്തെ ടിപ്പ്, ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയുടെ ഞെടുപ്പ് ഭാഗവും ആ വാൽ ഭാഗം മുറിച്ച് മാറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇത് കളയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇതുകൊണ്ട് നല്ല കിഡിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കയുടെ ഞെടുപ്പും വാൽഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ച് വെച്ച് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞൊരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ മുടി കൊഴിച്ച് തടയുന്നതിനും മുടിക്ക് നല്ല തിളക്കം വെക്കുന്നതിനും മൃദുവാക്കുന്നതിനും ഈ വെണ്ടയ്ക്ക വെള്ളം സഹായിക്കുന്നുണ്ട്. അതുപോലെ വെണ്ടയ്ക്കയിലെ വൈറ്റമിൻ എ, സി, കെ, മഗ്നീഷ്യം എന്നിവ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് മുടി കഴുകാവുന്നതാണ്. നാച്ചുറലായിട്ടുള്ള വളരെ നല്ലൊരു കണ്ടീഷണറാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ ഡ്രൈനെസ്സിനെയൊക്കെ കുറച്ച് നല്ല മൃദുവും തിളക്കവും ഉള്ളതാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോരനൊക്കെ കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയുടെ അറ്റം അതിൻ്റെ ഞെടുപ്പും മുറിച്ച് കളയുന്ന സമയത്ത് ഇതുപോലെ തിളപ്പിച്ച് നമുക്ക് മുടിയിൽ കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് അരിക്കുന്നതിന് മുമ്പ് മിക്സഡ് ജാറിൽ അതിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് അങ്ങനെ ആണെങ്കിലും നമുക്കിത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത 4ാമത്തെ ടിപ്പ്, ബന്ദിപ്പൂ അല്ലെങ്കിൽ ചെണ്ടമല്ലി എന്നൊക്കെ പറയുന്ന ഈ മാരിഗോൾഡ് പൂവാണെങ്കിൽ കോഴിക്കൊക്കെ തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ആ കോഴിയുടെ ഫുഡിനകത്ത് ഇതുകൂടെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ടയ്ക്ക് നല്ല മഞ്ഞ കളറായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കോഴിയുടെ ഫുഡിൽ ഇതുപോലെയുള്ള മാരിഗോൾഡ് ഫ്ലവർ, അതുപോലെ പച്ചിലകൾ, അതുപോലെ തന്നെ പപ്പായ ഇലകൾ, ചെമ്പരത്തി പൂവ്, ക്യാരറ്റ്, ചോളം ഉൾപ്പെടുത്തുവാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ലൊരു നിറം കൊടുക്കുന്നതിന് സഹായിക്കും.
അത് പ്രകൃതിദത്തമായ രീതിയിൽ മഞ്ഞക്കരുവിന് നല്ല നിറം വെക്കുന്നതിന് ഉള്ള ഒന്നാണ്. അപ്പോൾ സിന്തറ്റിക്കായിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാനും പറ്റും. അതുപോലെ തന്നെ കോഴിയുടെ മുട്ടയുടെ ഗുണനിലവാരവും നിറവും വർദ്ധിക്കും. മാരിഗോൾഡ് ഫ്ലവറിലുള്ള റിച്ചായിട്ടുള്ള സാന്തോഫിൽസ് കരോട്ടിനോയിഡ് ഇതാണ് ഈ എഗ്ഗിൻ്റെ യോക്കിന് നല്ല കളർ നൽകുന്നത്. മാത്രവുമല്ല ഈ മാരിഗോൾഡ് ഫ്ലവർ ആണെങ്കിൽ വെളിച്ചെണ്ണയിലിട്ട് ഡബിൾ ബോയിൽ വഴി ആ എണ്ണ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു മാരിഗോൾഡ് ഓയിലായി അത് നമുക്ക് സ്കിന്നിനും മുടിക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അത് നല്ല സ്കിന്നിനാണെങ്കിലും നല്ല കളറ് വെക്കുന്നതിനും മുടി വളരുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്ത ടിപ്പ്, അകാലനര ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഉണ്ടായാൽ അത് വേരോടുകൂടി കറക്കാനും പറ്റിയ നല്ലൊരു ടിപ്പാണ്. ആൽമണ്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോഴേ എടുത്തിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ കറിവേപ്പിലയും മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അത് ഊരിയിട്ടാണ്, അതിൻ്റെ തണ്ട് ഊരിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കേ, ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ആണ് വെക്കേണ്ടത്. തീയൊന്നും കൂട്ടരുത്. തീയൊക്കെ കൂട്ടിയാൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതിനകത്തെ വെള്ളമയമൊക്കെ വലിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നതായിട്ട് കാണാം. അങ്ങനെ അതിലെ വെള്ളമയമൊക്കെ വലിഞ്ഞിട്ട് അത് ചെറിയ കളറ് ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഇത് ഇളക്കി ഇട്ടുകൊണ്ടേയിരിക്കാം. ഇപ്പം നന്നായിട്ട് ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡർ ആണ്. അപ്പോൾ ഹെന്ന പൗഡർ ആണെങ്കിലും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഒരു കളറിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി അത് തണുക്കാനായിട്ട് വെക്കാവുന്നതാണ്. ഇതുപോലൊരു പൗഡർ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ തണുത്ത് കഴിഞ്ഞ് വന്നിട്ട് അത് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനത് എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പാത്രത്തിലോട്ട് അലോവേര ജെല്ലെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നീട് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നീട് നമ്മൾ പൊടിച്ചെടുത്ത ആ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ലൊരു തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതോട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് തന്നെ അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് നിർത്താവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഒട്ടും കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണിത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നര എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഗ്രേ ഹെയറൊക്കെ കവർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പൊടിയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിലൊന്ന് ഓയിൽ മസാജ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ നന്നായിട്ട് തന്നെ വേരോടുകൂടി മുടി കറുത്ത് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.